നമസ്കാരം. കാട്ടാളൻ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഞാൻ അതിനു മുമ്പ് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ഇട്ട ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അവർ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന പോസ്റ്റാണ്. ഇമ്പോർട്ടൻറ്റ് നോട്ട് ടു ദി ഓഡിയൻസ്, പ്ലീസ് ഡു നോട്ട് ലീവ് ദ തിയേറ്റർ വെൻ ദ മൂവി എൻഡ്സ്. കാട്ടാളൻ ഫീച്ചേഴ്സ് 3 post-credit scenes, 2 during the title cards, and the final post-credit scene appears only after the rolling credits are completely over. Stay till the very end, the hunt is not over yet എന്നുള്ളതാണ് അവർ ഇട്ടേക്കുന്നത്. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് മാർക്കറ്റിങ്ങിൻ്റെ ഭയങ്കരമായ സാധ്യതകൾ മുതലാക്കുന്ന ടീമാണ്. അവരാണ് ഇപ്പോൾ കാട്ടാളനുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് അത് 2 ടൈറ്റിൽ കാർഡ് സമയത്ത് ഉണ്ടാകും. അവസാനത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഇതുണ്ടാവുന്നത് ലാസ്റ്റാണ്. എല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. മാർക്കോയുമായി നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. മാർക്കോയിന് ലാസ്റ്റ് അവരൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെച്ചിരുന്നു. മാർക്കോയിൻ്റെ സമയത്തെ അവർ പറഞ്ഞിരുന്ന കാര്യം ലാസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാവും എന്നുള്ളതാണ്. ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പലർക്കും വർക്കായിട്ടില്ല, ചിലർക്ക് വർക്കായി, ചിലർക്ക് വർക്കായിട്ടില്ല എന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ണി മുകുന്ദൻ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ. സോളോ ആണ്, ഞാനൊരു യൂണിവേഴ്സിലുമില്ല, സിംഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ട്. ഇതെല്ലാം ഇൻഡയറക്ട്ലി സൂചിപ്പിക്കുന്നത് കാട്ടാളൻ ഇങ്ങനൊരു മാർക്കോ യൂണിവേഴ്സിൽ ഉണ്ടാകുമോ എന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ണി മുകുന്ദൻ ഫിലിംസും ചേർന്നാണ് മാർക്കോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഇല്ല, ഇവിടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ മാർക്കോ യൂണിവേഴ്സിലേക്ക് വരണമെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസും ഇത് അംഗീകരിക്കണമല്ലോ. പക്ഷേ ഇത് അംഗീകരിക്കുന്നില്ല എന്നൊരു സൂചന ഇവിടെ ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടൊരു കാര്യമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ പോസ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അതായത് ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്, അറ്റ് UMF വി ട്രൂലി ബിലീവ് ഇൻ സെലിബ്രേറ്റിംഗ് എവറി സ്റ്റെപ്പ് ഫോർവേഡ് ഇൻ ജെനുവിൻ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഫിലിം മേക്കിംഗ്. ഇതിനകത്ത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ കൊട്ടുകൊണ്ട് അത് വായിക്കാം. We extend our heartfelt congratulations to Cubes Entertainments on their second venture, Nyayam. We had the privilege of being a part of their maiden venture, Marco, which we co-produced, and it has been a journey we are proud of. We wish the entire team the very best and many more milestones in the days ahead. To all the well-wishers of Unni Mukundan, we are deeply grateful for your love and support. We would like to clarify that Unni Mukundan is not a part of this project or any universe. അതായത് ഇത് മാർക്കോ യൂണിവേഴ്സ് അല്ല എന്നത് ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കാരണം മാർക്കോ യൂണിവേഴ്സ് വരണമെങ്കിൽ ഇതിൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ ഭാഗത്തു നിന്നൊരു നോട്ട് വരണം, ഇല്ലേ? അല്ലെങ്കിൽ ദേ ഷുഡ് കീപ് സൈലൻറ്റ്. ദേ ഹാവ് പബ്ലിക്ലി കം ആൻഡ് പുഷ് ഇറ്റ് അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നുള്ളത്. സോ മാർക്കോ യൂണിവേഴ്സിലാണ് കാട്ടാളം വരുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ദൂരത്തോട്ട് മാറ്റി വെച്ചേക്കുമെന്ന് UMFിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായ കാര്യം വന്നിട്ടുണ്ട്. അത് അവർ ബോൾഡ് ലെറ്റേഴ്സിനാണ് കൊടുത്തേക്കുന്നത്. വി ഹംബ്ലി റിക്വസ്റ്റ് അവർ ഫാൻസ് ആൻഡ് ദ പബ്ലിക് ടു റീഫ്രെയിൻ ഫ്രം ക്വസ്റ്റനിങ് us further of any association with the project concerned. We remain committed to our journey of telling stories that entertain, inspire and bring people together. Thank you for all your continued love, faith and encouragement. It means the world to us. സ്വാഭാവികം. അങ്ങനെ ഒരു ലാസ്റ്റ് എൻഡിങ് കൂടി ഇട്ടിട്ട് UMF കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മാർക്കോ യൂണിവേഴ്സിലേക്ക് ഈ സിനിമ വരാനൊന്നും പോകുന്നില്ല. കാട്ടാളൻ വിൽ ബി സിംഗിൾ ഫിലിം, അതായത് ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ വരാൻ പോകുന്നത്, ക്ലൈമാക്സിൽ എന്താണ് വരാൻ പോകുന്നത്, ഇതുപോലുള്ള പല കാര്യങ്ങളിലേക്കും വരുമല്ലോ ഇങ്ങനെ. പക്ഷേ മാർക്കോ യൂണിവേഴ്സിലേക്ക് ഈ സിനിമ നീങ്ങുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഭയങ്കരമായ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട്. ഷോകൾ നാളെ രാവിലെ 9 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ഫിക്സ് ചെയ്തിരുന്ന റിലീസ് ഡേറ്റ് തന്നെയാണ്, ആ റിലീസ് ഡേറ്റുമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിരാശരാക്കില്ല എന്നുള്ളൊരു ചെറിയ സൂചനയാണ് സിനിമയുടെ ഭാഗത്തുനിന്നും വരുന്നത്. കാട്ടാളൻ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് നൽകുന്ന അവകാശവാദം. ആനക്കൊമ്പ് കള്ളക്കടത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രെയിലറിൽ നമുക്ക് കിട്ടുന്ന സൂചന. ട്രെയിലർ വളരെ ആക്ഷൻ പാക്ഡ് ആയിരുന്നു. പെപ്പയുടെ ഭാഗത്തുനിന്നും നല്ല ഗംഭീരമായ ഇടിയൊക്കെ ഉണ്ടാകുമെന്നാണ് ജഗദീഷ് ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇത് മാർക്കോ യൂണിവേഴ്സിലേക്കുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് പോസ്റ്റേഴ്സിൽ നിന്ന് ഒരു സൂചന തന്നിരുന്നു. അതായത് സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് അത് മാർക്കോ യൂണിവേഴ്സിലുള്ള കഥാപാത്രമല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നില്ല ഉണ്ണി മുകുന്ദൻ സ്വാഭാവികമായിട്ട് പ്രോജക്റ്റിൻ്റെ ഭാഗമാകുമെന്നുള്ളത്. കാരണം ഉണ്ണി മുകുന്ദനും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സും തമ്മിലൊരു ചെറിയ തർക്കമൊക്കെ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഞാനത് ഭയങ്കരമായിട്ട് സ്ഥിരീകരിച്ചൊന്നും പറയുന്നില്ല, ബിക്കോസ് ഇറ്റ് വാസ് ജസ്റ്റ് റൂമർ തിങ്. പക്ഷേ അതിലേക്കാണോ ഇതിൻ്റെ കാര്യങ്ങൾ മാറുന്നതെന്നുള്ളത് ഉണ്ണി മുകുന്ദൻ്റെ ഈ പോസ്റ്റ് കൂടി ആകുമ്പോഴേക്കും ഒന്ന് കൂട്ടി വായിക്കുമ്പോഴേക്കും എന്തോ എവിടെയോ ഒരു പ്രശ്നമുള്ളതെന്നുള്ള തോന്നുന്നുണ്ട്. പക്ഷേ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ വരുമ്പോഴേക്കും എന്താണോ മാർക്കോയിലെ ക്യാരക്ടർ അത് തന്നെയാണ് കാട്ടാളനും കാണുന്നത്. സോ ആ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും കോ പ്രൊഡ്യൂസ് ചെയ്ത ഉണ്ണി മുകുന്ദൻ ഫിലിംസ് അറിയാതെ വരാൻ പറ്റില്ലല്ലോ. കാരണം
അവർക്കും നല്ല റൈറ്റ് ഉണ്ടല്ലോ, അവരുടെയും കൂടെ സിനിമയല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ നിൽക്കുകയാണ്. സോ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും വളരെ സീരിയസ് ആയിട്ടൊരു നോട്ടുമാണ് UMFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂബ്സ് എന്താണ് അണിയറയിൽ ഒരുക്കുന്നത്, എന്താണ് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, മാർക്കോയുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ നോട്ട് വന്നാൽ കൊള്ളാമായിരിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും സമയം ആളുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. സോ ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻസ് ആണ് കാട്ടാളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു പക്ക ആക്ഷൻ ഫീസ്റ്റ് പടമായിരിക്കും സിനിമ എന്നുള്ള പ്രതീക്ഷ നിൽക്കുന്നുണ്ട്. ആ പ്രതീക്ഷ കെടാതെ ജനങ്ങളെ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സിന് സെക്കൻഡ് വെഞ്ചറിൽ തന്നെ ഗംഭീരമായൊരു ഹിറ്റ് കിട്ടും. മാർക്കോ വാസ് 18+, സോ ഇസ് കാട്ടാളൻ. എ പടം തന്നെയാണ്, എ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ആ എ സർട്ടിഫിക്കറ്റ് മാർക്കോ ഉണ്ടാക്കിയ തിയേറ്ററോളം നമുക്കറിയാലോ. ബോളിവുഡിലെ കില്ലിനേക്കാളും മേലെയാണ് എന്നൊരു രീതിയിൽ ബോളിവുഡുകാർ തന്നെ പറഞ്ഞാണ്. സോ അങ്ങനെ നിൽക്കുന്ന സിനിമയ്ക്ക് കാട്ടാളനിലും അതേ എമൗണ്ട് ഓഫ് ആക്ഷൻ ആൻഡ് ബ്ലഡ് ഷെഡ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് തിയേറ്ററിൽ കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.